SYS പരിസ്ഥിതി ക്യാമ്പയിന്റെ ഭാഗമായി കായംകുളം ഗേൾസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിന പരിപാടി സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്തം എന്ന പ്രമേയത്തിൽ SYS നടത്തിവരുന്ന പരിസ്ഥിതി ക്യാമ്പയിന്റെ ഭാഗമായാണ് കായംകുളം ഗേൾസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിന പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ശ്വസിക്കുന്ന വായു അത് നമുക്ക് പ്രകൃതി നൽകുന്നതാണ്. നാം കുടിക്കുന്ന ജലം, നാം വസിക്കുന്ന ഭൂമി, അതുപോലെ നാം കുടിക്കുന്ന ജലം, നാം കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് പ്രകൃതി നൽകുന്നതാണ്. പക്ഷെ നാം പ്രകൃതിയോട് ചെയ്യുന്നതോ എത്രത്തോളവും ക്രൂരമായിട്ടാണ് നാം പ്രകൃതിയോട് ഇടപെടുന്നത്. മനുഷ്യൻ നമ്മുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ജലമായാലും പ്രകൃതിയിലെ വൃക്ഷലതാദികളാണെങ്കിലും ഒക്കെ തന്നെ നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ കർമ്മ പദ്ധതികളാണ് സംഘടന ആവിഷ്കരിച്ചിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 1 ലക്ഷം കാർബൺ ന്യൂട്രൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണം, ഗ്രീൻ പ്രോട്ടോകോൾ തുടങ്ങിയ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് യൂണിറ്റ് കേന്ദ്രങ്ങളിലും പള്ളികൾ, മദ്രസകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പ്രാദേശിക കാർഷിക കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് സംഘകൃഷികൾ ആരംഭിക്കും. പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അടുക്കളത്തോട്ടങ്ങളും നിർമ്മിക്കും. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ പരിസ്ഥിതി പ്രമേയം ക്യാമ്പയിന്റെ ഭാഗമായി പ്രചരിപ്പിക്കും. സന്ദേശ പ്രഭാഷണം, വിത്ത് വിതരണം, കൈപുസ്തക വിതരണം, യുവകർഷകരുടെ സമർപ്പണം എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. വാർഡ് കൗൺസിലർ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ചു. കായംകുളം ഗേൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോൺ, കായംകുളം ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ജസീന ജെ, PTA പ്രസിഡന്റ് നസീർ, SYS പ്രതിനിധികളായ അനസ് ഇല്ലിക്കുളം, അനസ് അജുവ, ഷമീർ പടനിലം, നസീർ എരുവ, അനീസെ ലത്തീഫ്, അൻഷാദ് കാവുങ്കൽ, ഷിഹാബ് അസ്ലമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.